അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ ഈ കാണിക്കുന്ന ദുഃഖകരമായ ഒരു കാഴ്ചയാണ് പ്രിയപ്പെട്ട നൗഫലിൻ്റെത്. നൗഫലിന് SLE എന്ന് പറയുന്ന മാരകമായ ഒരു അസുഖമാണ്. അതായത് ശരീരത്തിലെ ഞരമ്പ് ചുരുങ്ങുന്ന അസുഖം. അതിന് പുറമെ ഒരു കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു, തലച്ചോറിൽ TB. വലിയൊരു പരീക്ഷണമാണ് ഈ കുടുംബത്തിന് നേരെയുള്ളത്. അദ്ദേഹത്തിന്റെ 2 പിഞ്ച് മക്കളും ഭാര്യയുമാണ് നിങ്ങളുടെ മുമ്പിൽ കെഞ്ചുന്നത്. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ടവര്, ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന 4-5 ശസ്ത്രക്രിയകൾ വേണം. അതുപോലെ തന്നെ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബം, 8 മുട്ടം തിരിയാത്ത 2 മക്കളാണ്. അതാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്തത്. എന്നെ ഞങ്ങൾ കാണുന്നവർ, കേൾക്കുന്നവർ, ദയവ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യാനെങ്കിലുമുള്ള ഒരു സന്മനസ് കാണിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഇതെന്റെ ഭർത്താവാണ്. SLE എന്ന മാരകമായ രോഗത്തിന് അടിപ്പെട്ട് കിടക്കുകയാണ്. തലച്ചോറിന്റെ TB ഉണ്ട്, കണ്ണിന് കാഴ്ചയില്ല, കാത് കേൾക്കില്ല. ഒരു ദിവസം തളർന്നു കിടക്കണം. എനിക്ക് ആകെ 2 പിഞ്ചു മക്കളാണ്. ഈ മക്കളെയോട് ഞാൻ റോഡിൽ അതൊക്കെ തന്നെയാവുന്ന മാതിരിയാണ്. വീട് കാണുന്നത് ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടൊന്നുമില്ല. ഞങ്ങളെ സഹായിക്കാന് പഠിച്ചവരെ നിങ്ങളെല്ലാം ഞങ്ങൾക്ക് അറിയില്ല. അസ്സലാമലൈക്കും, നമസ്കാരം. PMS സലാമാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് പെരിങ്ങാലയിൽ നൗഫൽ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കൂടെ ഷജീർ പഴയന്നൂരുണ്ട്, അതുപോലെ സാബുക്ക കൊച്ചിയുണ്ട്, അൻസാർ ഗ്രാൻഡ്, അങ്ങനെ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരും ഇതിനകത്തുണ്ട്. ഞങ്ങൾ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച നിങ്ങൾ നേരത്തെ കണ്ടതാണ് ആ വീഡിയോയിൽ. പ്രിയപ്പെട്ട നൗഫലിൻ്റെ, അദ്ദേഹത്തിന് SLE എന്ന് പറയുന്ന മാരകമായ അസുഖമാണ്. അതുപോലെ തന്നെ കാഴ്ചശക്തി പോയി, കേൾവിശക്തി പോയിരിക്കുന്നു, തലച്ചോറിൽ TB, പറയാൻ പറ്റാത്ത അസുഖങ്ങൾ അദ്ദേഹത്തിന്. ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഈ ചികിത്സ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ 3-4 സർജറി ഉണ്ട്. അതിന് സാമ്പത്തികമല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറക്കുമുറ്റാത്ത 2 പിഞ്ചു മക്കൾ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടിയത് അദ്ദേഹത്തിൻ്റെ ഭർത്താവിന്, ആ കുട്ടികളുടെ വാപ്പയെ തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ്. എന്നെ കാണുന്നവർ, കേൾക്കുന്നവർ ദയവ് ചെയ്ത് ഈ വീഡിയോ ഏറ്റെടുക്കണം, ഷെയർ ചെയ്യണം, സഹായിക്കണം. എൻ്റെ കൂടെ ഷജീർ ഉണ്ട്, ഷജീർ പഴയൊരു മക്കളാണ്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയാവുന്ന ഒരു സഹായം, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, നിങ്ങൾ ആ 2 മക്കളെ ആലോചിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കണം. അതിലൊരു കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ സംസാരശേഷിയും കാര്യങ്ങളൊന്നുമില്ല. ഇക്കാക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4ഓളം സർജറി പറഞ്ഞിരിക്കുകയാണ്. ഒരു നിവൃത്തിയും ഇല്ലാത്ത കുടുംബമായത് കാരണം കൊണ്ടാണ് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാനും സലാമയ്ക്കൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതിൽ ജാതി എന്നോ മതമെന്നോ രാഷ്ട്രീയമെന്നോ ഒന്നുമില്ല. ഈ കുടുംബത്തിന് വേണ്ടി, ആ 2 മക്കൾക്ക് വേണ്ടി ആ ഉപ്പാനെ തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിലെ പൊതുജനങ്ങളുടെ മുമ്പിൽ, നിങ്ങളൊക്കെ മുമ്പിൽ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ അപേക്ഷിക്കുകയാണ്. കൈവിടരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ഉസ്താദ് തന്നെ പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, 100% അർഹനായ, വളരെ ഏറ്റവും താഴെ തട്ടിലുള്ള, സ്വന്തമായൊരു ഭവനം പോലും ഇല്ലാത്ത നൗഫൽ എന്ന് പറയുന്ന സഹോദരൻ 1.5 വർഷത്തിലധികമായി വിനീതന് വ്യക്തമായ അവരുടെ ഫുൾ ഡീറ്റെയിലുകളും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ നല്ലവരായ സഹോദരങ്ങളും ആ സഹോദരന് വേണ്ടി നല്ലൊരു സഹായം ചെയ്യണമെന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കമ്മിറ്റിയുടെ ഭാരവാഹികളൊക്കെ ഇവിടെ സക്രിയ. പ്രിയമുള്ള നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ നൗഫലിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. നൗഫൽ വർഷങ്ങളായി SLE എന്ന് പറയുന്ന ഒരു രോഗത്തിന് അടിമയാണ്. സ്വന്തമായി കിടപ്പാടം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ മുഴുവൻ ആളുകളും, ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും എല്ലാ അർത്ഥത്തിലും സഹായിക്കണമെന്നാണ് ഈ നാടിന് വേണ്ടി നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇവിടെ നൗഫലിന് വേണ്ടി ഒരു സഹായം ചോദിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു ജനങ്ങൾ, അല്ലെങ്കിൽ ഈ നൗഫലിൻ്റെ തൊട്ടടുത്ത നാട്ടുകാർ കൂടിയേക്കുന്നത്. വേറൊന്നുമില്ല, ഈ വീഡിയോ കാണുന്ന സുമനസ്സുകളായ നല്ലവരായ ജനങ്ങൾ, പ്രത്യേകിച്ച് പ്രവാസികളും ഈ നൗഫലിന് വേണ്ടിയുള്ള നിങ്ങളുടെയൊക്കെ സഹായവും സപ്പോർട്ടും വേണമെന്ന് മാത്രം പറഞ്ഞു തന്നിട്ട്. അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടർ ജോൺ വർഗീസ്, നൗഫലിനെ ചികിത്സിക്കുന്ന ഫിസിഷ്യനാണ്. SLE എന്ന വളരെ മാരകമായ ഒരു ഇനത്തിലുള്ള അസുഖമാണ് ഇദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നത്. 2018 മുതൽ ഇദ്ദേഹം അതിൻ്റെ തീവ്രമായ പല അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഇനി ഒരു ഏകദേശം ഒരു 4 സർജറി, മേജർ സർജറി കൂടാതെ മൈനറായ സർജറികളും കൂടെ പ്രൊസീജിയറുകളും ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ജീവിതത്തിൽ പഴയ ആ ഒരു സാഹചര്യത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ തന്ന് ഇത് എങ്ങനെയും വിജയിപ്പിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഈ വീഡിയോയിൽ നൗഫൽഖാൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങളാരും കൈവിടരുത്, ഈ കുടുംബത്തിനെ സഹായിക്കണം. നിങ്ങളാരും ഇല്ലെങ്കിൽ ഈ കുടുംബത്തിന് ആരുമില്ല. ഈ 2 മക്കൾക്ക് അവരുടെ ഉപ്പാനെ തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നല്ലവരായ മുഴുവൻ ജനങ്ങളും ഇരു കൈയും നീട്ടി കുടുംബത്തിനെ സ്വീകരിച്ചാൽ മാത്രമാണ് ആ 3-4 സർജറികൾ കഴിഞ്ഞാൽ ഉപ്പാനെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കൈവിടരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.